16 ജാനുവരി ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ആദ്യം നോക്കാം. ബാങ്ക് നിഫ്റ്റി സെയിം പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത അതേ ലെവൽ തന്നെ. നമ്മൾ അതിൻ്റെ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലെവലിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്ന രണ്ട് ഈക്വൽ ഹൈൻ്റെ മുകളിൽ പോയിട്ടാണ് ഇന്ന് താഴേക്ക് വന്നത്. നല്ല ലിക്വിഡിറ്റി ഏരിയ നന്നായിട്ട് റിയാക്ട് ചെയ്ത് ഇന്നത്തെ ദിവസം മാർക്കറ്റ്. ഇനി 16-ാം തീയതി നമുക്ക് 48,430 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 48,978 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതാണ് ഇപ്പോഴത്തെ ലെവൽസ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയയിൽ നിന്നായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ സെൻട്രലാണ് എങ്കിൽ നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിക്ക് അനുസരിച്ചായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയിൽ 23,144 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അല്ല 23,266 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. അതാണ് നിഫ്റ്റിയിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഈ ഏരിയയിൽ എത്തിയാൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കും, ഈ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി മുകളിലേക്കായിരിക്കും ട്രേഡ് എടുക്കുക. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പിലാണെങ്കിൽ ഈ 16-ാം തീയതി ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏതാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. താങ്ക് യു.